കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ 25ാമത്തെ വീഡിയോ ആണ് ഇത്. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപത്തിന്റെയും കാര്യത്തിൽ ഒരു നിത്യശിക്ഷ അല്ലെങ്കിൽ നരകശിക്ഷ ഉണ്ട്. എന്നാൽ ചില മനുഷ്യർ ചെയ്യുന്ന ചില പാപങ്ങളുടെ കാര്യത്തിൽ കത്തോലിക്ക വിശ്വാസമനുസരിച്ച് നിത്യശിക്ഷയ്ക്ക് പുറമെ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു ശിക്ഷ കൂടിയുണ്ട്. എന്താണ് ഈ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ്? അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുവാൻ പോകുന്നത്. മനുഷ്യരായ നമ്മൾ ചെയ്യുന്ന ഏത് പാപവും ദൈവത്തിന് എതിരായിട്ടുള്ള ഒന്നാണ്. അതായത് നമ്മൾ ഏത് പാപം ചെയ്താലും ഏതെങ്കിലും ഒരു ദൈവകൽപ്പന ലംഘിക്കപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ ഓരോ പാപത്തിലും ദൈവത്തിന് എതിരായിട്ടുള്ള ഒരു ഘടകമുണ്ട്. തത്വശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ഓരോ ഗുണവും അനന്തം അഥവാ ഇൻഫിനിറ്റ് ആണ്. ദൈവത്തിന്റെ പരിശുദ്ധി അല്ലെങ്കിൽ ഹോളിനെസ് എന്ന് പറയുന്നത് അനന്തം ആണ്. ഇക്കാരണത്താല് ദൈവം തെറ്റിനെ അല്ലെങ്കിൽ പാപത്തെ അനന്തമായി വെറുക്കുന്നു. തന്മൂലം ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാപം ചെയ്യുമ്പോൾ തന്നെ ദൈവനീതി ആ തെറ്റിന്റെ പേരിൽ ചുമത്തുന്ന ശിക്ഷ, അതിന്റെ അളവ് അനന്തം അഥവാ ഇൻഫിനിറ്റ് ആണ്. എന്നാൽ അനന്തമായ മൂല്യമുള്ള ഒരു പരിഹാര പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് പരിമിതനായ മനുഷ്യനില്ല. തന്മൂലം മനുഷ്യരെല്ലാവരും നിത്യശിക്ഷയ്ക്ക് അഥവാ നരകശിക്ഷയ്ക്ക് അർഹരാണ്. ക്രിസ്തു അനന്തമായ മഹത്വമുള്ള ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ്. അതിനാല് യേശുവിന്റെ ഈ കുരിശുമരണത്തിന്റെ മൂല്യം, വാല്യൂ എന്ന് പറയുന്നതും അനന്തം, ഇൻഫിനിറ്റ് ആണ്. ഇന്ന് ഒരാൾ യേശുവിൽ ശരിയായ വിശ്വാസം അർപ്പിക്കാൻ തയ്യാറാകുന്നു എന്ന് കരുതുക, സ്നാനപ്പെടുകയും ചെയ്തു. അയാളുടെ പേരിലുള്ള അനന്തമായ കടം യേശുവിന്റെ കുരിശുമരണത്തിന്റെ അനന്ത യോഗ്യതയാല് ക്ഷമിക്കപ്പെടുന്നു. അങ്ങനെ അയാൾ രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. ഇനി ഒരു മനുഷ്യൻ യേശുവിൽ വിശ്വസിച്ച് സ്നാനം ഏൽക്കുന്നു എന്ന് കരുതുക. ദൈവിക ജീവൻ അയാളിലേക്ക് കടന്നു വരുന്നു. അയാളിൽ ആത്മാവിൽ വീണ്ടും ജനനം സംഭവിക്കുന്നു. ഈ അവസരത്തിൽ തന്നെ അയാളിൽ നിന്ന് നിരവധി പാപ ദുശീലങ്ങൾ അല്ലെങ്കിൽ ബലഹീനതകൾ വിട്ടുപോവുകയും ചെയ്യും. എന്നാൽ അയാളിലെ എല്ലാ പാപദുശീലങ്ങളും എല്ലാ ബലഹീനതകളും പൂർണ്ണമായും അയാള് ആ വിശ്വസിക്കുന്ന അവസരത്തിൽ തന്നെ അയാളിൽ നിന്ന് മാറിപ്പോകണം എന്ന് നിർബന്ധമില്ല. അതായത് യേശുവിൽ ഒരാള് ശരിയായ വിശ്വാസം അർപ്പിച്ചതിന് ശേഷവും കുറെ കാലത്തേക്ക് ചില പാപബലഹീനതകളും ദുശീലങ്ങളും അയാളിൽ ഓരോ പരിധികളിൽ തുടർന്നും നിലനിന്നു എന്നിരിക്കും. ഇനി ഒരാൾ ഗൗരവമേറിയ വിശ്വാസം യേശുവിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം അയാളിൽ ഒരു വിശുദ്ധീകരണ പ്രക്രിയ, അതായത് ഒരു സയന്റിഫിക്കേഷൻ, അത് ആരംഭിക്കുന്നു. ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. വിശുദ്ധീകരണം അല്ലെങ്കിൽ സയന്റിഫിക്കേഷൻ അത് പുരോഗമിക്കുന്നതനുസരിച്ച് പാപ ബലഹീനതകൾ, ദുശീലങ്ങൾ ഒന്നൊന്നായി ഇയാളിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കും. ഇനി യേശുവിനോട് വളരെ ആത്മാർത്ഥത പുലർത്തുന്ന ഒരു വിശ്വാസിയുടെ കാര്യം പരിഗണിക്കുക. അയാള് യേശുവിൽ വിശ്വസിച്ചു പാപം ചെയ്യാതിരിക്കുവാനായിട്ട് അയാൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഈ വിശുദ്ധീകരണം പൂർത്തിയാക്കപ്പെടുന്നതിന് മുമ്പ് അയാളിൽ ചില ബലഹീനതകൾ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബലഹീനത മൂലം അയാള് ഒരു പാപം ചെയ്തു എന്ന് കരുതുക. അങ്ങനെ സംഭവിച്ചതിൽ അയാൾക്ക് ദുഃഖവുമുണ്ട്. ഈ വ്യക്തി ഈ പാപം പശ്ചാത്തപിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ തന്നെ അത് പൂർണ്ണമായിട്ടും ക്ഷമിക്കപ്പെടും. പിന്നെ ആ പാപത്തിന്റെ പേരിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും കാണുകയില്ല. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നിന്നുള്ള ഒരു വചനഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും.
എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അതായത് യേശുവിനോട് ആത്മാർത്ഥതയുള്ള ഒരു വിശ്വാസി, അയാൾ ബലഹീനത നിമിത്തം ഒരു പാപം ചെയ്തു പോകുന്നു. തെറ്റ് പശ്ചാത്തപിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ആ പാപം പൂർണ്ണമായും ക്ഷമിക്കപ്പെടും എന്ന് വചനം ഉറപ്പു തരുന്നു. പിന്നെ ആ പാപത്തിന്റെ പേരിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും കാണുകയില്ല. എന്നാൽ എല്ലാ വിശ്വാസികളും യേശുവിനോട് ഇതുപോലെ ആത്മാർത്ഥത ഉള്ളവരല്ല. ദൈവം ഇവർക്ക് ചില പാപദുശ്ശീലങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ നൽകി എന്ന് കരുതുക. അതായത് പാപം ചെയ്യരുതെന്ന് ഇവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവ് ഇപ്പോൾ അവർക്കുണ്ട്. എങ്കിലും ആത്മാർത്ഥത കുറവ് നിമിത്തം പാപത്തിന്റെ ഒരു താൽക്കാലിക നേട്ടത്തിനു വേണ്ടി അവര് പാപം ചെയ്തു എന്നിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ തങ്ങളുടെ പാപം പശ്ചാത്തപിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ ആ പാപത്തിന്റെ പേരിലുള്ള നിത്യശിക്ഷ അല്ലെങ്കിൽ നരകശിക്ഷ ക്ഷമിക്കപ്പെടും. എന്നാൽ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ഇവരുടെ പാപത്തിന്റെ പേരിൽ ഈ നിത്യശിക്ഷയ്ക്ക് പുറമെ ഒരു പരിമിതമായ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് കൂടി ഉണ്ട്. ഇതിനുള്ള പരിഹാരം ഇവർ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങളുടെ സഹായത്തോടെ വിശദീകരിക്കാം. അതായത് ഒരാൾക്ക് ഒരു കല്ല് നിലത്ത് നിന്ന് ഉയർത്തണം എന്ന് കരുതുക. ഇതിന് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, ഈ കല്ല് ഉയർത്താനുള്ള ശാരീരിക ശേഷി, ഫിസിക്കൽ പവർ അയാളുടെ ശരീരത്തിന് ഉണ്ടായിരിക്കണം. പിന്നെ ഈ കല്ല് ഉയർത്താനുള്ള തീരുമാനം, സന്മനസ്, അതും അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിലേ കല്ല് നിലത്ത് നിന്ന് ഉയർത്തപ്പെടുകയുള്ളൂ. കല്ലുയർത്താനുള്ള ശാരീരിക ശേഷിയുണ്ട് എങ്കിൽ ഉയർത്താനുള്ള സന്മനസ്, തീരുമാനം ഇല്ലെങ്കിൽ കല്ല് ഉയർത്തപ്പെടുകയില്ല. ഒരു പാപത്തിന്റെ കാര്യവും ഇതുപോലെ തന്നെയാണ്. പാപം ചെയ്യാതിരിക്കണമെങ്കിലും രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ അല്ലെങ്കിൽ കഴിവ് ഉണ്ടായിരിക്കണം. പിന്നെ പാപം ചെയ്യുകയില്ല എന്നുള്ള ആ തീരുമാനവും ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിലേ പാപം ചെയ്യാതിരിക്കപ്പെടുകയുള്ളൂ. ഇനി ആത്മാർത്ഥത കുറഞ്ഞ ചില വിശ്വാസികൾ, അവർക്ക് ദൈവം ചില പാപദുശ്ശീലങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ നൽകി. അത് ചെയ്യാതിരിക്കാനുള്ള കഴിവ് ഇപ്പോൾ അവർക്കുണ്ട്. എങ്കിലും ആത്മാർത്ഥത കുറവ് നിമിത്തം അവര് ആ പാപം ചിലപ്പോൾ ചെയ്തോ എന്നിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആ പാപത്തിന്റെ പേരിൽ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് ഉണ്ട്. മറ്റ് ഒരു ഉദാഹരണം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് എ, ബി എന്നിങ്ങനെ പേരുകളുള്ള രണ്ട് വ്യക്തികൾ. ഇവര് രണ്ടുപേരും നല്ല തികഞ്ഞ മദ്യപാനികളാണ്. മദ്യപാനം ഇവരുടെ ഒരു ബലഹീനതയാണ്, ഒരു അഡിക്ഷൻ ഇക്കാര്യത്തിൽ ഇവർക്കുണ്ട്. കുടിക്കരുതെന്ന് എത്ര ഉറച്ച തീരുമാനമെടുത്താലും ഇവര് വീണ്ടും കുടിച്ചു പോകും. ഇവരെ കൊണ്ട് കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയിരിക്കെ ഈ എയും ബിയും യേശുവിൽ വിശ്വസിച്ചു, യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ചു, സ്നാനപ്പെടുകയും ചെയ്തു. ഇവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്നും പല ദുശ്ശീലങ്ങളും വിട്ടുപോയി. എന്നാൽ എ എന്ന വ്യക്തിയുടെ ഈ മദ്യപാനശീലം, അതിൽ നിന്ന് ദൈവം ഉടനെ പൂർണ്ണമായ ഒരു വിടുതൽ അയാൾക്ക് നൽകിയില്ല. ഈ മദ്യപാനം എന്ന ബലഹീനത അയാളിൽ ഒരു പരിധിവരെ തുടർന്നും അവശേഷിച്ചു. എന്നാൽ ബിയുടെ കാര്യം അങ്ങനെയല്ല. ബി യേശുവിൽ വിശ്വസിച്ച ആ അവസരത്തിൽ തന്നെ ദൈവം ഈ മദ്യപാനം എന്ന ദുശീലത്തിൽ നിന്ന് അയാൾക്ക് പൂർണ്ണമായ വിടുതൽ നൽകി. അതായത് താൻ മദ്യപിക്കുകയില്ല എന്ന് ബി തീരുമാനിച്ചു കഴിഞ്ഞാൽ മദ്യപിക്കാതിരിക്കാനുള്ള കൃപ അല്ലെങ്കിൽ കഴിവ് അയാൾക്കുണ്ട്. എന്നാൽ എയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അയാളിൽ ആ ബലഹീനത തുടർന്നും അവശേഷിക്കുന്നു. ഇനി ഈ എ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ്. അയാള് കുടിക്കാതിരിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഒരവസരത്തില് ബലഹീനത നിമിത്തം അയാള് മദ്യപിച്ചു. അയാൾക്ക് അങ്ങനെ സംഭവിച്ചതിൽ വിഷമവുമുണ്ട്. അപ്പോൾ എ തന്റെ തെറ്റ് ദൈവത്തോട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ
ആ പാപത്തിന്റെ പേരിലുള്ള നിത്യശിക്ഷ അല്ലെങ്കിൽ നരകശിക്ഷ ദൈവം യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ പൂർണ്ണമായിട്ടും ക്ഷമിക്കും. ആ പാപത്തിന്റെ പേരിൽ പിന്നെ അയാൾക്ക് മറ്റ് പ്രശ്നങ്ങളില്ല. ഇനി ബി എന്ന വ്യക്തി ഒരു പ്രാവശ്യം മദ്യപിക്കുന്നു എന്ന് കരുതുക. അയാൾക്ക് മദ്യപിക്കാതിരിക്കാനുള്ള കഴിവുണ്ട്, എന്നിട്ടും ആത്മാർത്ഥത കുറവുണ്ട് അയാൾ മദ്യപിച്ചു. ബിയുടെ പാപവും എയുടെ പാപവും അത് ഒരുപോലെയുള്ളവയല്ല എന്ന് ഒരു കോമൺ സെൻസ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ബിയുടെ പാപവും ദൈവത്തിനെതിരായിട്ടുള്ളതാണ്. അതിന്റെ പേരിൽ ഒരു നിത്യശിക്ഷ അല്ലെങ്കിൽ നരകശിക്ഷ ഉണ്ട്. ബി തന്റെ തെറ്റ് പശ്ചാത്തപിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ ആ പാപത്തിലെ ആ നിത്യശിക്ഷ അല്ലെങ്കിൽ നരകശിക്ഷ യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ക്ഷമിക്കപ്പെടും. ബിക്ക് പിന്നെ നരകത്തിൽ പോകേണ്ടി വരത്തില്ല. പക്ഷേ ബി ചെയ്ത ആ പാപത്തിന്റെ കാര്യത്തിൽ കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ഈ നിത്യശിക്ഷയ്ക്ക് പുറമെ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു ശിക്ഷ കൂടിയുണ്ട്. ഈ കാലിക ശിക്ഷ അനന്തമല്ല, പിന്നെയോ അത് പരിമിതമാണ്. അത് ബി തന്നെ സഹിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. ഇനി ബി എന്ന വ്യക്തി ചെയ്ത ആ മദ്യപാനം എന്ന കുറ്റം യേശുവിന്റെ കാൽവരിയാഗത്തിന്റെ യോഗ്യതകളാൽ അയാള് തെറ്റ് ഏറ്റുപറയുന്ന നിമിഷത്തിൽ തന്നെ ദൈവം പൂർണ്ണമായും ക്ഷമിക്കുന്നു എന്ന് കരുതുക. മറ്റ് പ്രശ്നങ്ങളൊന്നും ഈ പാപത്തിന്റെ പേരിൽ ഇല്ല എന്നും കരുതുക. അങ്ങനെയെങ്കിൽ യേശുവിന്റെ കുരിശുമരണത്തിലൂടെ ബിക്ക് യഥേഷ്ടം മദ്യപിക്കുന്നതിനുള്ള അവസരം ദൈവം ഒരുക്കിക്കൊടുത്തു എന്ന് പറയേണ്ടി വരും. ഇത് ദൈവത്തിന്റെ അനന്തമായ പരിശുദ്ധിക്ക് നിരക്കുന്ന കാര്യമല്ല. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്: ആത്മാർത്ഥത കുറഞ്ഞ വിശ്വാസികൾ, അവർക്ക് ചില പാപദുശ്ശീലങ്ങളിൽ നിന്ന് ദൈവം വിടുതൽ നൽകി. എന്നിട്ടും ആത്മാർത്ഥത കുറവ് കൊണ്ട് അവര് ആ പാപം ചെയ്യുന്നു. അപ്പോൾ അവരുടെ പാപത്തിന് ഒരു നിത്യശിക്ഷയുമുണ്ട്, അതിനു പുറമെ ഒരു കാലിക ശിക്ഷയുമുണ്ട്. നിത്യശിക്ഷ യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ക്ഷമിക്കപ്പെടും, ഇവർ തെറ്റേറ്റ് പറഞ്ഞാൽ മതി. കാലിക ശിക്ഷ ഇവർ തന്നെ സഹിച്ചു തീർക്കണം. ആത്മാർത്ഥത കുറഞ്ഞ ഒരു വിശ്വാസി ചെയ്യാതിരിക്കുവാൻ തനിക്ക് പ്രാപ്തി ഉണ്ടായിരുന്നിട്ടും ആത്മാർത്ഥത കുറവ് കൊണ്ട് ഒരു പാപം ചെയ്യുന്നു എന്ന് കരുതുക. അയാള് തെറ്റ് ദൈവത്തോട് ഏറ്റുപറഞ്ഞു. യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ആ തെറ്റ് ദൈവം പൂർണ്ണമായിട്ടും ക്ഷമിക്കുന്നു. പിന്നെ ആ തെറ്റിന്റെ പേരിൽ മറ്റ് പ്രശ്നങ്ങൾ ഇല്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, യേശുവിന്റെ കുരിശുമരണത്തിലൂടെ ആത്മാർത്ഥത കുറഞ്ഞ വിശ്വാസികൾക്ക് യഥേഷ്ടം പാപം ചെയ്യുന്നതിനുള്ള അവസരം ദൈവം ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്ന്. ഇത് ദൈവത്തിന്റെ പരിശുദ്ധിക്ക് നിരക്കുന്ന കാര്യമല്ല. ഗലാത്യ ലേഖനത്തിൽ നിന്നുള്ള ഒരു വചനഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെ നമ്മൾ പാപികളായി കാണപ്പെട്ടുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷകനാണോ? തീർച്ചയായും അല്ല. ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതാനും വാചകങ്ങളിൽ ഒന്ന് ചുരുക്കി എഴുതി വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഒഴിവാക്കാനുള്ള പൂർണ്ണമായ പ്രാപ്തി തനിക്കുണ്ടായിരുന്നിട്ടും ഒരു വിശ്വാസി പാപത്തിന്റെ താൽക്കാലിക സുഖത്തിനും നേട്ടത്തിനും വേണ്ടി മനഃപൂർവ്വം ഒരു പാപം ചെയ്യുന്നു എന്ന് കരുതുക. അയാൾ തെറ്റേറ്റ് പറയുന്നതോടെ ഈ പാപം മൂലമുള്ള എല്ലാ പ്രശ്നങ്ങളും യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ പരിഹരിക്കപ്പെട്ടു എന്നുമിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആത്മാർത്ഥത കുറഞ്ഞ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് യഥേഷ്ടം പാപം ചെയ്യാനുള്ള അവസരം യേശുവിന്റെ കുരിശുമരണത്തിലൂടെ ദൈവം ഒരുക്കിക്കൊടുത്തു എന്ന് പറയേണ്ടി വരും. ഇത് ദൈവത്തിന്റെ അനന്തമായ പരിശുദ്ധിക്ക് നിരക്കുന്ന കാര്യമല്ല. അതായത് ആത്മാർത്ഥത കുറഞ്ഞ ഒരു വിശ്വാസി പാപം ചെയ്യാതിരിക്കുവാൻ കഴിവുണ്ടായിട്ടും അയാൾ എന്തിനു വേണ്ടിയാണ് ഒരു പാപം ചെയ്യുന്നത്? പാപത്തിന്റെ പരിമിതമായ ഒരു താൽക്കാലിക സുഖത്തിനു വേണ്ടി അല്ലെങ്കിൽ നേട്ടത്തിനു വേണ്ടി. അതായത് ഒരു ഫൈനൈറ്റ് ടെമ്പററി എൻജോയ്മെന്റ്, അതിനു വേണ്ടി. ഇക്കാരണത്താല് അയാള് പരിമിതമായ ഒരു താൽക്കാലിക സഹനത്തിൽ കൂടി, അതായത് ഒരു ഫൈനൈറ്റ് ടെമ്പററി സഫറിങ്, അതിൽ കൂടി കടന്നു പോവുക എന്നുള്ളത് നീതി മാത്രമാണ്. ഈ പരിമിത താൽക്കാലിക സഹനം, അതാണ് കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ്. നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്:
മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു പാപത്തിന്റെയും കാര്യത്തിൽ ഒരു നിത്യശിക്ഷ അല്ലെങ്കിൽ നരകശിക്ഷ ഉണ്ട്. പാപം ചെയ്തയാള് പശ്ചാത്തപിച്ച് തെറ്റ് ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ഈ നിത്യശിക്ഷ ക്ഷമിക്കപ്പെടും. എന്നാൽ ചില മനുഷ്യർ ചെയ്യുന്ന ചില പാപങ്ങളുടെ കാര്യത്തിൽ ഈ നിത്യശിക്ഷയ്ക്ക് പുറമെ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് അതും കൂടി ഉണ്ട്. കാലിക ശിക്ഷ അനന്തമല്ല, പരിമിതമാണ്. കാലിക ശിക്ഷ ആ പാപം ചെയ്യുന്നയാൾ തന്നെ സഹിച്ച് തീർക്കണം. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കും, ഈ ബൈബിളിൽ എവിടെയെങ്കിലും കാലിക ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ടോ എന്ന്. തീർച്ചയായിട്ടും പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ ബൈബിളിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഏതാനും വചനഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ദാവീദിന്റെ കാര്യത്തിലേക്ക് വരാം. ദാവീദ് ഇസ്രായേലിലെ മഹാനായ ഒരു രാജാവ് ആയിരുന്നു. ജീവിതകാലം മുഴുവൻ ദാവീദ് ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. എന്നാൽ ഒരു തവണ മാത്രം കഠിനമായ അവിശ്വസ്തത കാട്ടി. തന്റെ ഒരു പടയാളിയായ ഊറിയായുടെ ഭാര്യ ബത്ശബായോടൊത്ത് ദാവീദ് വ്യഭിചാരം ചെയ്തു. പിന്നെ ഊറിയായെ ചതിവിൽ വധിപ്പിച്ച ശേഷം ഈ ബത്ശബായെ തന്റെ ഭാര്യ ആക്കുകയും ചെയ്തു. ദാവീദ് ചെയ്ത ഈ പ്രവൃത്തി ദൈവത്തിന് അങ്ങേയറ്റം അനിഷ്ടകരമായിരുന്നു. അതിനാല് ദാവീദിനെ കുറ്റപ്പെടുത്താനായി ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കിലേക്ക് അയച്ചു. ദാവീദിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നാഥാൻ പ്രവാചകൻ പറയുന്ന ആ വചനഭാഗം സാമുവേലിന്റെ 2-ാം പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവമുണ്ടാക്കും. നിന്റെ കൺമുൻപിൽ വെച്ച് ഞാൻ നിന്റെ ഭാര്യമാരെ അന്യന് കൊടുക്കും. പട്ടാപ്പകൽ അവൻ അവരോടൊത്ത് ശയിക്കും. നീ ഇത് രഹസ്യമായി ചെയ്തു. ഞാനിത് ഇസ്രായേലിന്റെ മുഴുവൻ മുൻപിൽ വെച്ച് പട്ടാപ്പകൽ ചെയ്യിക്കും. ദാവീദ് ഉടൻ തന്നെ തന്റെ തെറ്റ് ദൈവത്തോട് ഏറ്റുപറഞ്ഞു. ആ പാപത്തിന്റെ പേരില് ദാവീദിന് ആത്മാർത്ഥമായ പശ്ചാത്താപം ഉണ്ടായിരുന്നു. ഈ അവസരത്തില് ദാവീദ് രചിച്ച സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര ആത്മാർത്ഥമായ പശ്ചാത്താപം ഈ തെറ്റിന്റെ പേരില് ദാവീദിന് ഉണ്ടായി എന്ന് ഉള്ള കാര്യം. ദാവീദ് തന്റെ തെറ്റ് ദൈവത്തോട് ഏറ്റുപറഞ്ഞു. ഉടൻ തന്നെ നാഥാൻ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്ന ആ വചനം ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി, ദാവീദ് പറഞ്ഞു. നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞ് മരിച്ചുപോകും. ഇവിടെ ദാവീദ് തന്റെ തെറ്റ് ദൈവത്തോട് ഏറ്റുപറഞ്ഞു. ഉടൻ തന്നെ ദൈവം ദാവീദിന്റെ തെറ്റ് ക്ഷമിച്ചു എന്നും പറഞ്ഞു. ഇക്കാരണത്താല് ദാവീദിന് നരകത്തിൽ പോകേണ്ടതായിട്ട് വരത്തില്ല. കാരണം ദാവീദിന്റെ തെറ്റിന്റെ പേരിലുള്ള ആ നിത്യശിക്ഷ അല്ലെങ്കിൽ നരകശിക്ഷ യേശുവിന്റെ നിറവേറാൻ പോകുന്ന കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ക്ഷമിക്കപ്പെട്ടു. എന്നാല് ഈ സാമുവേലിന്റെ 2-ാം പുസ്തകം തുടർന്ന് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. അതായത് ദാവീദിന്റെ ജീവിതത്തിൽ വരുത്തുമെന്ന് നാഥാൻ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്ത എല്ലാ അനർത്ഥങ്ങളും പിന്നീട് ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ബത്ശബായിൽ ദാവീദിനുണ്ടായ കുഞ്ഞ് മരിച്ചുപോയി. ദാവീദിന് ഒരു ഭാര്യയിൽ ഉണ്ടായ പുത്രനായ അബ്നോൻ മറ്റൊരു ഭാര്യയിൽ ഉണ്ടായ പുത്രിയായ താമാറിനെ ബലാത്കാരം ചെയ്യുന്നു. ഇതിന്റെ പ്രതികാരമായിട്ട് ഈ താമാറിന്റെ സഹോദരൻ അബ്സലോം അബ്നോനെ വധിക്കുന്നു. പിന്നെ അബ്സലോം ദാവീദിനെതിരെ സൈനിക വിപ്ലവം നയിക്കുന്നു. ദാവീദിന് കൊട്ടാരം വിട്ട് ഓടിപ്പോകേണ്ടതായിട്ട് വരുന്നു. മാത്രമല്ല അബ്സലോം ദാവീദിന്റെ ഭാര്യമാരെ പരസ്യമായിട്ട് അപമാനിക്കുന്നു. അവസാനം അബ്സലോമും വധിക്കപ്പെടുന്നു. ഇങ്ങനെ നിരവധി അനർത്ഥങ്ങൾ ആ നാഥാൻ പ്രവാചകനിലൂടെ പ്രവചിച്ചതുപോലെ തന്നെ ദാവീദിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ നമ്മുടെ മുൻപിലുള്ള ചോദ്യം ഇതാണ്: ദാവീദ് തെറ്റേറ്റു പറഞ്ഞു, അനുദപിച്ചു, ദൈവം ക്ഷമിക്കുകയും ചെയ്തു. പിന്നെ എന്തിന് ദാവീദിനെ ദൈവം ശിക്ഷിച്ചു? ദാവീദിന്റെ പാപത്തിന്
രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് നിത്യശിക്ഷ അല്ലെങ്കിൽ നരകശിക്ഷ, മറ്റേത് കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ്. തെറ്റ് ഏറ്റുപറഞ്ഞപ്പോൾ ദാവീദിന്റെ പാപത്തിന്റെ പേരിലുള്ള നിത്യശിക്ഷ, അത് യേശുവിന്റെ നിറവേറാൻ പോകുന്ന കാൽവരിയാഗത്തിന്റെ യോഗ്യതയാൽ ദൈവം ക്ഷമിച്ചു. ദാവീദിന് പിന്നെ നരകത്തിൽ പോകണ്ട. പക്ഷേ ദാവീദിന്റെ ഈ പാപത്തിന്റെ പേരിലുള്ള കാലിക ശിക്ഷ, അത് ദാവീദ് തന്നെ തുടർന്ന് തന്റെ ജീവിതത്തിൽ സഹിക്കുന്നതായി വചനത്തിൽ നമ്മൾ കാണുന്നു. ഇനി ചില പ്രൊട്ടസ്റ്റന്റുകാർ പറഞ്ഞേക്കാം, ദാവീദിന്റെ ജീവിതത്തിൽ വന്ന ഈ അനർത്ഥങ്ങൾ അതൊരിക്കലും ശിക്ഷ അല്ലെങ്കിൽ പണിഷ്മെന്റ് അല്ല, പിന്നെയോ ദൈവം ദാവീദിന് നൽകിയ ശിക്ഷണം, ഡിസിപ്ലിനിങ് ആണ് എന്ന്. എന്നാൽ ഇത് അതേപടി അംഗീകരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതായത് ദൈവം തൻ്റെ മക്കളുടെ സ്വഭാവത്തിലെ ചില തെറ്റായ വശങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ചില സഹനങ്ങൾ, കഷ്ടതകൾ അനുവദിച്ചു എന്നിരിക്കും. ഇതിനെയാണ് നമ്മൾ ശിക്ഷണം അല്ലെങ്കിൽ ഡിസിപ്ലിനിങ് എന്ന് പറയുന്നത്. ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ ഇതേക്കുറിച്ച് വായിക്കുന്നുണ്ട്. എന്നാൽ ദാവീദിന് ഇവിടെ നൽകിയതായി നമ്മൾ കാണുന്ന ഈ അനർത്ഥങ്ങൾ, സഹനങ്ങൾ, അത് കേവലം ശിക്ഷണമായിട്ട് നമുക്കെടുക്കാൻ പറ്റത്തില്ല. ഇതേക്കുറിച്ച് നമുക്ക് അല്പം കൂടി ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി ചെറുപ്രായത്തിൽ തന്നെ സാമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്തു. അപ്പോൾ സാവൂൾ ആയിരുന്നു ഇസ്രായേലിന്റെ രാജാവ്. അപ്പോൾ സാവൂൾ ഇക്കാര്യം അറിഞ്ഞു. ദാവീദിനെ വധിക്കാനായി പിന്നെ സാവൂളിന്റെ ശ്രമം. കാരണം ഈ ദാവീദ് ജീവനോടെ ഇരിക്കുന്നത് പിന്നെ സാവൂളിന്റെ രാജത്വ പദവിക്ക് ഭീഷണിയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഇതാണ്, ഈ സാവൂളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദാവീദ് വർഷങ്ങളോളം മരുഭൂമിയിൽ ഇങ്ങനെ ഒളിച്ചോടി അലഞ്ഞ് നടക്കുന്നു. സാവൂള് ദാവീദിന്റെ ജീവന് വേണ്ടി പിന്തുടരുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സമയത്ത് ദാവീദ് വളരെ ഹൃദയവ്യത അനുഭവിച്ചു. ദാവീദ് ഈ സമയത്ത് എഴുതിയ നിരവധി സങ്കീർത്തനങ്ങളിൽ ഇത് നമുക്ക് പ്രകടമായി കാണാനായിട്ടും സാധിക്കും. ഈ സമയത്ത് ദാവീദ് എന്തെങ്കിലും പാപം ചെയ്യുന്നതിന്റെ ഒരു കുറ്റബോധം ദാവീദിന് ഇല്ല. ദാവീദിന് ഈ അവസരത്തിൽ ദൈവം നൽകിയത് പൂർണ്ണമായിട്ടും ശിക്ഷണം അല്ലെങ്കിൽ ഡിസിപ്ലിനിങ് ആണ്. ഇനി നമുക്ക് പൂർവ്വപിതാവായ ജോസഫിന്റെ കാര്യത്തിലേക്ക് വരാം. ജോസഫ് ഭാവിയിൽ മഹാനായ ഒരാളായി തീരും എന്നർത്ഥം വരുന്ന സ്വപ്നങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ ദൈവം ജോസഫിന് നൽകി. ജോസഫിന്റെ സഹോദരന്മാർക്ക് അസൂയ തോന്നി. അവര് ജോസഫിനെ പിടിച്ച് അടിമയായിട്ട് ഈജിപ്തുകാർക്ക് വിറ്റു. തുടർന്ന് ഈജിപ്തിൽ ജോസഫ് എത്തി. ചെയ്തിട്ടില്ലാത്ത ഒരു കുറ്റത്തിന്റെ പേരിൽ ദീർഘനാള് ജോസഫിന് ജയിലിൽ കിടക്കേണ്ടതായിട്ടും വന്നു. അപ്പോൾ ഇങ്ങനെ നിരവധി കഷ്ടതകൾ. ജോസഫ് ഈ അവസരത്തിൽ എന്തെങ്കിലും പാപം ചെയ്തതായിട്ട് നമ്മൾ ബൈബിൾ പഴയ നിയമത്തിൽ വായിക്കുന്നില്ല. ജോസഫിന് ദൈവം ഇവിടെ നൽകിയത് ശിക്ഷണം അല്ലെങ്കിൽ ഡിസിപ്ലിനിങ് മാത്രമാണ്. എന്നാൽ ഉറിയായുടെ ഭാര്യ ബത്ശബായെ പ്രാപിച്ച ശേഷം ദാവീദിന് നൽകപ്പെടുന്നത് കേവലം ശിക്ഷണമല്ല, അത് ശിക്ഷ തന്നെയാണ്. കാരണം ഈ അനർത്ഥങ്ങൾ സഹിക്കുന്ന അവസരത്തിലെല്ലാം താൻ ചെയ്തുപോയ ഒരു പാപത്തെക്കുറിച്ചുള്ള ആ കുറ്റബോധം അത് ദാവീദിന്റെ മനസ്സിലുണ്ട്. ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്. നാഥാൻ പ്രവാചകന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഇത് വളരെ വ്യക്തമാണ്. ഇത് ശിക്ഷണമല്ല, ശിക്ഷയാണ്. അതായത് കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ്. ഇനി നമുക്ക് മോശയുടെ കാര്യത്തിലേക്ക് വരാം. മോശ ദൈവത്തോട് ഒരിക്കൽ അവിശ്വസ്തത കാട്ടി. അതിന്റെ പേരിൽ മോശയെ ദൈവം ശിക്ഷിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള ആ വചനഭാഗം നിങ്ങൾ കാണുക. അന്ന് തന്നെ കർത്താവ് മോശയോട് അരുളി ചെയ്തു, ജെറീക്കോയുടെ എതിർവശത്ത് മൊവാബ് ദേശത്തുള്ള അബറീം പർവ്വതനിരയിലെ നെബോ മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശം നീ കണ്ടുകൊള്ളുക. നിന്റെ സഹോദരൻ അഹറോൻ ഹോർ മലയിൽ വെച്ച് മരിക്കുകയും തന്റെ ജനത്തോട് ചേരുകയും ചെയ്തതുപോലെ നീയും മരിച്ചു നിന്റെ ജനത്തോട് ചേരും. എന്തെന്നാൽ സിൻ മരുഭൂമിയിൽ കാദഷിലെ മെരീബ ജലാശയത്തിന് സമീപം ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി. എന്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ല. ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ആ ദേശം നീ കണ്ടുകൊള്ളുക, എന്നാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല. ഇവിടെ ദൈവം മോശയെ ശിക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇതും കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് ആണ്. ഇനി നമ്മൾ ബൈബിൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് ഇതാണ്. അതായത് ഒരാള്
യേശുവിൽ ശരിയായ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു അയാളുടെ ഉള്ളിൽ വസിക്കുന്നു. ഇനി ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മ പ്രവൃത്തികളുടെയും പൂർണ്ണമായ ബഹുമതി അല്ലെങ്കിൽ ക്രെഡിറ്റ് ക്രിസ്തുവിലേക്ക് പോകുന്നില്ല. കാരണം നമ്മുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഉറച്ചാണ് നമ്മൾ ഓരോ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികളുടെ കുറെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ബഹുമതി, മെരിറ്റ് അത് നമുക്ക് തന്നെയാണ്. ഇക്കാരണത്താലാണ് വചനത്തിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും എന്ന്. അതായത് ബഹുമതി എന്നിൽ തന്നെ ആരോപിക്കാവുന്നതുപോലെ എന്റെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തീരുമാനിച്ച് നന്മ ചെയ്യുവാൻ എനിക്ക് സാധിക്കും. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഉത്തരവാദിത്വം എന്നിൽ തന്നെ ആരോപിക്കാവുന്നതുപോലെ എന്റെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തീരുമാനിച്ച് തിന്മ ചെയ്യുവാനും എനിക്ക് സാധിക്കും. ഇക്കാര്യത്തിൽ തർക്കമില്ല. അതായത് ബഹുമതി എന്നിൽ തന്നെ ആരോപിക്കാവുന്ന രീതിയിൽ എന്റെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഞാൻ നന്മ ചെയ്താൽ ദൈവം എനിക്ക് നല്ല പ്രതിഫലം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിവാർഡ് തരുന്നു. അങ്ങനെയെങ്കിൽ ഉത്തരവാദിത്വം എന്നിൽ തന്നെ ആരോപിക്കാവുന്നതുപോലെ ഞാൻ എന്റെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തീരുമാനിച്ച് തിന്മ ചെയ്താൽ ദൈവം എനിക്ക് ഒരു വേദനിപ്പിക്കുന്ന പ്രതിഫലം അല്ലെങ്കിൽ നെഗറ്റീവ് റിവാർഡ് തരേണ്ടതാണ്. ഈ നെഗറ്റീവ് റിവാർഡ് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നതാണ് കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ്. ഞാൻ ആ പറഞ്ഞ ആശയം ഒന്നും കൂടി ചുരുക്കി എഴുതി വായിക്കാം. നിങ്ങൾക്ക് കുറെ കൂടെ നന്നായിട്ട് മനസ്സിലാവും. ബഹുമതി എന്നിൽ തന്നെ ആരോപിക്കാവുന്നതുപോലെ എന്റെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് നന്മ ചെയ്യുവാൻ എനിക്ക് സാധിക്കും. എങ്കിൽ ഉത്തരവാദിത്വം എന്നിൽ തന്നെ ആരോപിക്കാവുന്നതുപോലെ എന്റെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് തിന്മ ചെയ്യാനും എനിക്ക് സാധിക്കും. ബഹുമതി എന്നിൽ തന്നെ ആരോപിക്കാവുന്നതുപോലെ എന്റെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് ഞാൻ നന്മ ചെയ്താൽ ദൈവം എനിക്ക് നല്ല പ്രതിഫലം നൽകുന്നു. അങ്ങനെയെങ്കിൽ ഉത്തരവാദിത്വം എന്നിൽ തന്നെ ആരോപിക്കാവുന്നതുപോലെ എന്റെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് ഞാൻ തിന്മ ചെയ്താൽ ദൈവം എനിക്ക് വേദനിപ്പിക്കുന്ന പ്രതിഫലം തരണം എന്നുള്ളത് നീതി മാത്രമാണ്. ഇത് കാലിക ശിക്ഷയല്ലാതെ മറ്റൊന്നുമല്ല. അതായത് ആത്മാർത്ഥത കുറഞ്ഞ ഒരു വിശ്വാസി തെറ്റ് ഒഴിവാക്കാനുള്ള പ്രാപ്തി ഉണ്ടായിട്ടും ഒരു പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധി അനന്തമാകയാൽ ഈ തെറ്റിനോട് ദൈവത്തിനുണ്ടാകുന്ന വെറുപ്പ് അനന്തമാണ്. ഇക്കാരണത്താല് ഈ പാപത്തിന്റെ പേരിൽ ഒരു നിത്യശിക്ഷ അല്ലെങ്കിൽ നരകശിക്ഷ ഉണ്ട്. എന്നാൽ പാപം ചെയ്തയാള് അനുതപിച്ച് തെറ്റ് ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ ആ പാപത്തിന്റെ പേരിലുള്ള നിത്യശിക്ഷ യേശുവിന്റെ കാൽവരി യാഗത്തിന്റെ യോഗ്യതയാൽ ക്ഷമിക്കപ്പെടും. പിന്നെ ദൈവത്തിന് ഇതിന്റെ പേരിൽ പ്രശ്നമില്ല. എന്നാൽ ഈ തെറ്റ് ചെയ്യുന്നയാളുടെ മനസാക്ഷിയുടെ പ്രശ്നം അതുകൊണ്ട് തീരുന്നില്ല. അയാളുടെ മനസാക്ഷിയിൽ അയാൾ കേൾക്കുന്ന സ്വരം എന്താണ്? ഈ പാപം ചെയ്യാതിരിക്കാൻ നിനക്ക് കടമയുണ്ടായിരുന്നു, ചെയ്യാതിരിക്കാനുള്ള പ്രാപ്തി നിനക്കുണ്ടായിരുന്നു, അതിനുള്ള കൃപ ദൈവം നിനക്ക് നൽകുകയും ചെയ്തിരുന്നു. എന്നിട്ടും നീ മനഃപൂർവ്വം പോയി ആ പാപം ചെയ്തു. ഇതായിരിക്കും അയാളുടെ മനസാക്ഷിയിലെ സ്വരം. ഇത് പരിഹരിക്കപ്പെടണമെങ്കിൽ ഈ പാപത്തിൽ നിന്ന് ഇയാൾക്ക് സിദ്ധിച്ച ആ താൽക്കാലിക സുഖത്തിനും അല്ലെങ്കിൽ നേട്ടത്തിനും തുല്യമായ ഇക്വലന്റ് ആയ ഒരു പരിമിത സഹനം ഇയാള് സഹിക്കേണ്ടിയിരിക്കുന്നു. ഈ സഹനമാണ് കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ്. ഈ ശിക്ഷ അയാൾ തന്നെ സഹിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. ഈ കാലിക ശിക്ഷ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ സഹിച്ച് തീർക്കാവുന്നതാണ്. ഒരാൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില സഹനങ്ങൾ, കഷ്ടതകൾ, ഇവയൊക്കെ പെറുപെറുപ്പ് കൂടാതെ സഹിച്ചു കഴിഞ്ഞാൽ അത് കാലിക ശിക്ഷയ്ക്കുള്ള പരിഹാരമായി പരിഗണിക്കപ്പെടാവുന്നതാണ്. എന്നാൽ ഈ കാലിക ശിക്ഷ ഈ ഭൂമിയിൽ വെച്ച് തന്നെ പൂർണ്ണമായിട്ടും സഹിച്ചു തീർത്തില്ലെങ്കിൽ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ പർഗറ്ററിയിൽ വെച്ച് സഹിക്കേണ്ടതായി വരും. ഇതേക്കുറിച്ച് വരുന്ന വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നതാണ്.